ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബീസ് ടേസ്റ്റ് ഹാർട്ട്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കേക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചെയ്തത് നല്ല സ്പൈസി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസൊക്കെ ആയിരുന്നു. ഒന്ന് മാറ്റി പിടിക്കാൻ നോക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ലുലു വരെ ഒന്ന് പോകേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങാൻ വേണ്ടി വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാലും കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടമാവുന്നൊരു കേക്ക് ആയതുകൊണ്ട് എനിക്ക് നല്ല ഫ്രൂട്ട്സ് കുറച്ച് വേണമെന്ന്, വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ആവശ്യമുണ്ട് ഇതിന്. അതിന് വേണ്ടിയിട്ട് ഇന്ന് ലുലു വരെ ഒന്ന് പോയി. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വന്നിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. എസ്പെഷ്യലി നമ്മളെ കുഞ്ഞുങ്ങൾ, സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ളവരെല്ലാം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കഴിയുന്നതും പുറത്തോട്ട് പോകുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക, സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. നമുക്ക് ഇന്ന് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ക്രിസ്റ്റൽ ഫ്രൂട്ട് കേക്കിന് ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് ഇതൊക്കെയാണ്. ഒരു ചെറിയ ബൗളിൽ പാം ഗ്രാനൈറ്റ്, പിന്നെ ഒരു ഓറഞ്ചിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, പിങ്ക് കളർ പീച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രീൻ കളറിന് വേണ്ടി കിവി, ഡ്രൈ കിവി, യെല്ലോ കളർ പീച്ച്, റൈസിൻസ്, മാംഗോസ് പീസാക്കിയിട്ട്, ബ്ലാക്ക് കളർ ഗ്രേപ്സ്, ഒരു ആപ്പിളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. വലിയ ടൈപ്പ് ഗ്രേപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഗ്രേപ്സ് രണ്ടും ഞാനൊരു 2 മണിക്കൂർ മുൻപ് തന്നെ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ നന്നായി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എന്നാലും ഉള്ളത് അതിൻ്റെ എല്ലാ വിഷാംശം എല്ലാം മാറ്റിയിട്ട് നമുക്ക് നന്നായി കഴുകിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ എടുത്തിരുന്നു. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ചെറിയ ട്രേ ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതിലും വലിയ ട്രേ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും അധികം ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും ഫ്രൂട്ട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഷുഗർ വേണം, 3/4 ലിറ്റർ വെള്ളം നമുക്ക് എടുക്കണം. പിന്നെ 50 ഗ്രാംസ് ചൈന ഗ്രാസ് ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പേ വെള്ളം നികക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് സ്റ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസിന് പകരം നമുക്ക് ജലാറ്റിന് യൂസ് ചെയ്യാം. ഇപ്പം എനിക്ക് ജലാറ്റിൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ ചൈന ഗ്രാസ് എടുത്ത്. ഞാൻ ആദ്യം ഇത് ഉണ്ടാക്കിയത് ജലാറ്റിൻ വെച്ചിട്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ചൈന ഗ്രാസ് വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ജലാറ്റിൻ വെച്ച് ചെയ്യുന്നതന്നെയായിരിക്കും കുറച്ചും കൂടെ ഇതിലും നന്നാവുക. നമുക്കിനി അത് പ്രിപ്പയർ ചെയ്യാം. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ എടുത്തിരിക്കുന്ന ഷുഗറും അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ പഞ്ചസാര നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ആ ചൈന ഗ്രാസും കൂടെ ഞാൻ ഇടുകയാണ്. ഇതും അതുപോലെ തന്നെ നന്നായിട്ട് അലിഞ്ഞ് ചേരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് ഈ ചൈന ഗ്രാസ് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് നന്നായി റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് ട്രേയിലേക്ക് അത് ഫ്രൂട്ട്സും വെച്ച് സെറ്റ് ചെയ്യാൻ. ഇനി നമ്മൾ ട്രേയിലേക്ക് ഫസ്റ്റ് ഒരു ലെയർ അതൊന്ന് ചെറുതായിട്ട് നിരത്തുവാണ്. അത് നിരത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോരോ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്ത് വെക്കാൻ പോകണം. അപ്പോൾ ഫ്രൂട്ട്സ് ആദ്യം തന്നെ ഫസ്റ്റ് ലെയറിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പിളാണ് ഞാൻ ആദ്യം നിരത്താൻ പോകുന്നത്. അത് ആ കളറ് പുറത്തോട്ട് കാണാൻ പാകത്തിന് വെക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് പല കളറിലുള്ളത് മിക്സ് ചെയ്ത് ഇട്ടിട്ട് വരിക. ഒരു ലെയർ അങ്ങ് ആയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ചൈന ഗ്രാസ് അതിൻ്റെ മുകളിൽ ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ സ്പാറ്റുല വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ശേഷിക്കുന്ന ബാക്കിയുള്ളതായ ഫ്രൂട്ട്സും കൂടെ അതിനകത്ത് ഇട്ടിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ നല്ലതുപോലെ ലെയർ പോലെ ആക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്, ഡേറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ പിസ്റ്റാഷ്യോ, ബദാം എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ബിക്കോസ് നമ്മളുടെ ചില കുട്ടികളൊന്നും ഈന്തപ്പഴമൊന്നും കൊടുത്താൽ അല്ലാതൊന്നും കഴിക്കില്ല. അപ്പം ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം അവരെ കഴിപ്പിക്കാനായിട്ട് കഴിയുന്നോ നിങ്ങൾ അവരെന്ത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തേക്കണം. ഓക്കെ, ഇപ്പം ഞാൻ എടുത്ത എല്ലാ ഫ്രൂട്ട്സും ഞാൻ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ ചൈന ഗ്രാസ് ഒഴിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. റൂം ടെമ്പറേച്ചറിൽ നമ്മൾ വേണമെങ്കിൽ പുറത്ത് ഒരു 4 മണിക്കൂർ വെച്ച് അത് സെറ്റായി കിട്ടും. ഇനി അതെല്ലാം പെട്ടെന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൽ നമുക്കത് പുറത്തെടുത്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. നമ്മളിന്ന് ചെയ്ത ട്രാൻസ്പെറൻറ്റ് ഫ്രൂട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് റൂം ടെമ്പറേച്ചറിൽ ഇതൊരു 4 hours പുറത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ എടുത്തത്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ മെല്ലെ ഇളക്കി എടുക്കണം. ഓക്കെ,
കണ്ടില്ലേ ഫ്രണ്ട്സ്, നല്ല അടിപൊളി നമ്മുടെ ക്രിസ്റ്റൽ ഫ്രൂട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഫ്രൂട്ട് കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് അകത്തുള്ള എല്ലാ ഫ്രൂട്ട്സും കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഏത് ഫ്രൂട്ട്സ് കഴിക്കാത്ത കുഞ്ഞുങ്ങളും ഇത് ഓടി വന്ന് വാങ്ങിച്ച് കഴിച്ചോളും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈസി റെസിപ്പിയാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം കുറേ ഫ്രൂട്ട്സ് കഴിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഈസി മെത്തേഡാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. പിന്നെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്. കമന്റ്സ് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്.